രാമായണം പഠിപ്പിച്ചില്ല. ആധ്യാത്മ രാമായണം പറഞ്ഞു സഹിഷ്ണുരായി. കണ്ടോ, തുടക്കം തന്നെ സഹിഷ്ണുത വേണം, സഹിഷ്ണുത വേണം. സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി. സമദൃഷ്ടി മനോഭാവത്തോടുകൂടെ എല്ലാ ജന്തുക്കളെയും കാണാൻ പറ്റുന്ന ഹിന്ദു എവിടെയുണ്ട്? നാരായണനെയും മുഹമ്മദിനെയും, പിന്നാരെ നാരായണനെയും മുഹമ്മദിനെയും വർഗീസിനെയും ഒരേ കണ്ണുകൊണ്ട് മനുഷ്യരായി കാണാൻ പറ്റുന്ന ആളുകളുണ്ടോ? അവന്റെ ഹൃദയത്തിലാ ഞാൻ ഉണ്ടാകുക എന്ന് ബഹുമാന്യനായ രാമഭഗവാൻ ആധ്യാത്മരാമായണത്തിലൂടെ പഠിപ്പിക്കുകയാ. ഞാൻ പറഞ്ഞു വന്നത് അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാ. ഇമാതിരിയുള്ള ആളുകൾ മതം പഠിക്കാതെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാ പറഞ്ഞത്. മതത്തിന്റെ ആളുകൾ ഒരിക്കലും കുഴപ്പം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മതത്തെ കുറിച്ച് പഠിക്കുക. മഹാനായ റസൂലുള്ളാഹി തങ്ങളവറുകൾ മദീനയിൽ ജീവിച്ചപ്പോ ഇത്തരത്തിലുള്ള വിശ്വാസക്കാരായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഒക്കെ നല്ല നിലക്ക് കണ്ടു. അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു. തുവഫിയ റസൂലുള്ളാഹി വദറുഹു മർഹൂനത്തുൻ ഇൻദ യഹൂദിയിൻ. അള്ളാന്റെ റസൂൽ മരിക്കുമ്പോ അവിടുത്തെ പടയെങ്കി ഒരു യഹൂദന്റെ വീട്ടിൽ പണയപ്പെടുത്തിയിരിക്കുകയാ. അള്ളാന്റെ റസൂൽ മരിക്കുമ്പോ പടയെങ്കി ആരുടെ വീട്ടിലാ? യഹൂദിയുടെ വീട്ടിൽ പണയപ്പെടുത്തിയിരിക്കുന്നു. ആ സൗഹൃദം കണ്ടോ നിങ്ങള്? ആ സൗഹൃദം കണ്ടോ? ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അതുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും ചെറിയ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും അപരാധങ്ങൾ എവിടെയെങ്കിലും കാണിച്ചാൽ ആ മുസ്ലിമിന്റെ ദൗർബല്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ കുഴപ്പമല്ല. ചെറിയ എറുമ്പുകളെ പോലും ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച, എറുമ്പിന്റെ മാളത്തിലേക്ക് മൂത്രമൊഴിച്ചവനോട് വരെ ശകാരിച്ച, കേട്ടോ, എറുമ്പുകൾ തിങ്ങി താമസിക്കുന്ന മാളത്തിലേക്ക് മൂത്രമൊഴിച്ചുകൊണ്ട് അതുങ്ങളെ ശല്യപ്പെടുത്തിയവനെ ശകാരിച്ച, ചെറിയ എറുമ്പുകളെ തീയിലിട്ടുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചവരെ കഠിനമായി വിമർശിച്ച ആ പ്രിയപ്പെട്ട നേതാവ് മനുഷ്യന്മാരെ തട്ടിക്കൊണ്ടുപോകാൻ കൽപ്പിക്കുമോ? മനുഷ്യന്മാരെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോകാൻ കൽപ്പിക്കുമോ ആ റസൂൽ? പിന്നെ നിങ്ങൾ ഏത് റസൂലിന് വേണ്ടി, ഏത് ദീനിന് വേണ്ടി, ഏത് മതത്തിന് വേണ്ടിയാ ഇമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? പറയൂ. ഇസ്ലാമിന്റെ പേരിലാണല്ലോ ഈ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. അത് യാഥാർത്ഥ്യ ഇസ്ലാമുമല്ല. അള്ളാന്റെ റസൂലിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ ആ റസൂലുള്ള പൊരുത്തപ്പെടില്ല. എന്റെ മുമ്പിലിരിക്കുന്നതിൽ ഭൂരിഭാഗവും യുവാക്കളായതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, അതിലേക്കൊന്നും ചെന്ന് ചാടരുത്, കേട്ടോ, അതിലേക്കൊന്നും ചെന്ന് ചാടരുത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ മാത്രം പറഞ്ഞാ പോരാ, പോകരുത്. പോയാലെന്താ വലിയ കുഴപ്പം? കുഴപ്പോ നിങ്ങൾ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നതെങ്കിലും ഉദ്ഘാടകനാണെന്ന് തോന്നുന്നു ഓർമ്മപ്പെടുത്തി, അതോ സ്വാഗത പ്രാസംഗികനാണോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം നിങ്ങൾക്ക് തിരിഞ്ഞു കാണും. അതേപോലെ തന്നെ ചിൻവാദ് പാലം എന്ന് പറഞ്ഞിട്ടൊരു പാലം. അതെന്ത് പാല? പാണാറ് പാലാണോ? ചിൻവാദു പാലം, അതാണ് തർക്കമുള്ള പുസ്തകം. സ്വർഗത്തിലേക്കുള്ള പാലം എന്നാണ് അതിന്റെ അർത്ഥം. ഈ ചിൻവാദു പാലം എഴുതിയ എന്റെ വണ്ടിയുടെ ഡ്രൈവർ ഇവിടെ ഉണ്ടായിരുന്നു, ദിലീപ. ഒരു ബുക്ക്, ആ ബുക്കൻ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആത്മാർത്ഥമായി ഇത് 10 മിനിറ്റ് ശ്രദ്ധിക്കണം, കേട്ടോ. ഈ പറയുന്ന കാര്യം പ്രത്യേകിച്ച് എന്റെ യുവാക്കൾ ശ്രദ്ധിച്ചോളണം. ചിൻവാദ് പാലം എന്ന് പറയുന്ന പുസ്തകം 140 ചില്ലാനം പേജുകളുണ്ട്. എന്റെ വണ്ടിയിലുണ്ട് സംഭവം. അള്ളാന്റെ റസൂലിനെ ശക്തമായി വിമർശിച്ച ഒരു പുസ്തകം. ആ പുസ്തകത്തില് അതിന്റെ 12-ാം പേജില് SSFന്റെ SYSന്റെ പ്രവർത്തകർ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പ്രവർത്തകരും അനുഭാവികളും നേതാക്കളും ആ പുസ്തകത്തിൽ അള്ളാന്റെ റസൂലിനെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. നമ്മുടെ നാവ് കൊണ്ടത് പറയാനോ നിങ്ങളുടെ ചെവി കൊണ്ടത് കേൾക്കാനോ ഇഷ്ടപ്പെടാത്ത നിലക്ക്. പുസ്തകം എഴുതിയ ആൾക്കറിയാം, ഇതെഴുതിയാൽ കേരളത്തിലല്ല ലോകത്ത് പ്രശ്നമാകും, പ്രതികരണമുള്ള മുസ്ലിങ്ങളാ എന്ന്. അതുകൊണ്ട് തന്നെ അയാൾ വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ച് ഞാൻ ശവപ്പെട്ടിയുടെ അകത്ത് കയറിയാലേ ഈ പുസ്തകം നിങ്ങൾ വിതരണം ചെയ്യാവൂ. പിന്നെ എല്ലാവരും പിടിക്കൂലല്ലോ, എന്നെ പിടിക്കൂലല്ലോ. സെമിത്തേരി കയറിയിട്ട് എന്നെ പിടിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ആ വസിയത്ത് പ്രകാരം ഇയാളുടെ ശവദാഹം നടത്തി ഇയാളെ സെമിത്തേരിയിൽ കുഴിച്ചിട്ട് അതിന്റെ കർമ്മം വീട്ടിൽ നടക്കുമ്പോഴാണ് ഈ പുസ്തകം വിതരണം ചെയ്യുന്നത്. അപ്പൊ ധൈര്യം നിങ്ങൾ നോക്ക് എത്ര ഉണ്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ധൈര്യമായിട്ട് കൂട്ടു നോക്കും. മുസ്ലിങ്ങൾക്കാണോ ധൈര്യം? ഇദ്ദേഹത്തിന്റെ ധൈര്യം നോക്ക്. പക്ഷേ അതിലൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിന്റെ 12-ാമത്തെ പേജിൽ പറയുന്നു, എന്താ പറഞ്ഞത്? സംഭവം കാണണമെങ്കിൽ ഞാൻ പ്രസംഗത്തിന് ശേഷം കാണിച്ചു തരാം. ഞങ്ങളെ